ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇറ്റലിയിലെ റോമിലുള്ള ഹോട്ടൽ എമാവൂസിൽ നിന്നും നമ്മൾ കാൽനടയായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഹോട്ടൽ എമാവൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ബസിലിക്കയോട് 200 മീറ്റർ ദൂരമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പച്ച ലൈൻ കാണുന്ന ആ വഴിയെ കൂടെ പോയാൽ നമുക്ക് ഒരു 100 മീറ്റർ മിച്ചം യാത്ര ചെയ്താൽ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഗേറ്റിലേക്ക് എത്താം. സൈഡ് വഴിയുള്ള ഗേറ്റാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ഗേറ്റ് എന്ന് പറയുമ്പം റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ആ ഒരു ടൈബർ നദിയുടെ ആ തീരത്തുള്ള അവിടെ നിന്നാണ് നമ്മൾ നേരെ നോക്കുമ്പോൾ നേരെയുള്ള നമ്മൾ ഈ ആദ്യമേ കണ്ട ആ കവറിങ് ഫോട്ടോയിൽ കണ്ട ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ ടൈബർ നദിയുടെ കരയിൽ നിന്ന് നേരെ അങ്ങോട്ട് കാണുന്നതാണ്. നമ്മുടെ ഇതൊരു സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ എമാവൂസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, റോമ എസ് പെട്രോ എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ. ആ നീല വര കൊടുത്തിരിക്കുന്ന അതിലൂടെയാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങി നടന്ന് ഈ ഹോട്ടലിൽ ചെന്നത്. നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ വത്തിക്കാനിലേക്ക് പോവുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോഴേ അങ്ങ് ആ മോളിൽ കാണുന്ന ആ ഒരു പള്ളിയുടെ മകുടം കണ്ടിരുന്നു. അപ്പം തൊട്ടടുത്താണെന്നുള്ള ഐഡിയ ഉണ്ട്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ ചോദിച്ചും പറഞ്ഞു റൈറ്റിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഗേറ്റ് ഈ നേരെയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ആ കണ്ട റൈറ്റിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഗേറ്റ് അറിയാൻ മേലാഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ആ ചുമല വരെ കാണുന്ന ആ റൂട്ട് വഴി പോയി. അപ്പോൾ അവിടെ നമ്മൾ ആ മകുടം നോക്കിയാണ് പോയത്. ഇവിടെ നേരെ അങ്ങ് റൈറ്റിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമുക്ക് പള്ളിയുടെ ഒന്നും കാണാൻ മേലാഞ്ഞുകൊണ്ട് നമ്മളത് തെറ്റായ വഴിയായിരിക്കും എന്ന് കരുതി നമ്മൾ കുറച്ചുകൂടെ നേരെ പുറകോട്ട് വന്നിട്ട് അത് നോക്കുമ്പോഴാണ് വലതുവശത്ത് ആ പള്ളിയുടെ മകുടം കണ്ടത്. പക്ഷെ മകുടം എന്ന് പറയുന്നത് ഗേറ്റിൽ നിന്ന് കുറേ കൂടെ പുറകിലോട്ട് മാറിയായിരുന്നു. അത് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മകുടം തന്നെ നോക്കി കുറച്ചുകൂടെ പുറകോട്ട് വന്നിട്ട് റൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ട്, ഹോട്ടൽസാണ്. റൂം ബുക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോട്ടലാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. നമ്മൾ ഈ ഹോട്ടൽ എമാവൂസിൽ നമുക്ക് ഈ ഇൻക്ലൂഡിങ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് സഹിതം നമുക്ക് ഒരാൾക്ക് 5000 രൂപയാണ് ചിലവായുള്ളൂ. അപ്പോൾ തൊട്ടടുത്താണ്, നമുക്കൊരു 200 മീറ്ററേ ഉള്ളൂ നേരെ പിന്നെ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക്. അതുപോലെ തന്നെ ഒരു 250-300 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്കും. റോമ എസ് പെട്രോ എന്നുള്ളതാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ നേരത്തെ റോമ ടെർമിനി എന്നുള്ള റോമ ടെർമിനൽസ് എന്നുള്ള സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യമേ പിന്നെ പോകാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ പിന്നെ നോക്കിയപ്പോഴത്തേനും നമുക്ക് അവിടെ നിന്ന് ഒന്നുമില്ല ബസ്സിലോ വല്ലതും പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നതിനെ കഴിഞ്ഞ് നല്ല പിന്നെ നോക്കിയപ്പോൾ റോമ ടിബർട്ടീന എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഈ റോമ എസ് പെട്രോയിലേക്ക് നമുക്ക് പോരാമെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലോറൻസിൽ നിന്ന് വന്നിട്ട് റോമ ടിബർട്ടീന എന്നുള്ള സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് നമ്മൾ വേറൊരു ട്രെയിനിൽ റോമ എസ് പെട്രോ എന്നുള്ള സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അത് നമ്മുടെ ഇതിനോട് ഈ ഹോട്ടലിനോടും ഈ പർട്ടിക്കുലർ പിന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയോടും തൊട്ടടുത്താണ്. നമ്മൾ യൂറോ റെയിലിൻ്റെ പാസ്സാണ് എടുത്തിരുന്നത്. അപ്പം ഓരോ ദിവസം ഒരു പാസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എക്സ്പ്രസ് ട്രെയിനിലും കയറാം, അതുപോലെ തന്നെ ലോക്കൽ ട്രെയിനിലും കയറാം. അപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടു, നേരെ ഈ മെയിൻ റോഡിലേക്ക് എത്തുകയാണ് ഇപ്പം. നമ്മൾ ഈ പിന്നെ ഇത് നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തത് വരുന്നതിന് ഒരു 2-3 മാസം മുമ്പാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ അടുപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പക്ഷേ ഇങ്ങോട്ട് ഈ യാത്ര ചെയ്ത സമയത്ത് ഇതിനോട് അടുപ്പിച്ചൊന്നും നമ്മൾ ഇതിൻ്റെ ഈ ഗൂഗിളിലൊന്നും മാപ്പോ ഒന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ ഈ സമയത്ത് അത്ര പോരായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും യാത്ര പോകും, വൈകിട്ട് വന്ന് ലേറ്റായിട്ടാണ് ഇവിടെ രാത്രിയാകുന്നത്, സന്ധ്യയാകുന്നത് 8-9 മണിയാകുമ്പോഴാണ്. സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പം യാത്ര തന്നെ ലേറ്റാവും. തിരിച്ച് കസിൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച്
അല്ല അവിടെ ആ കസിൻ്റെ വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് ആഹാരം കഴിച്ചൊക്കെ വരുമ്പോഴത്തേനും ഒരു സമയമാവും. പ്രത്യേകിച്ച് അവിടെ നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട് ഫ്ലാറ്റിലൊക്കെ നമ്മൾ കുളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ മറ്റുള്ള താഴത്തെ ഫ്ലാറ്റിലുള്ളവരൊക്കെ ഉറങ്ങുന്നതിന് മുമ്പേ പൂർത്തിയാക്കിയില്ലെങ്കിൽ അവർക്കൊക്കെ അതൊരു ആ ഒച്ചയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തലേ ദിവസത്തെ ഡേറ്റ എല്ലാം കൂടി ഒന്ന് ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഫോൺ മുഴുവൻ നിറഞ്ഞു പോകും, എടുത്തിരിക്കുന്ന വീഡിയോസ് എല്ലാം കൊണ്ട് നിറഞ്ഞു പോകും. സോ അത് കഴിഞ്ഞ് നമ്മളൊന്ന് അത് ബാക്കപ്പിനിട്ട് പിന്നെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ ഏറ്റാലേ ഉള്ളൂ പിന്നെ അന്നേരത്തെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് അന്ന് യാത്ര തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇതൊന്നും നോക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല. എന്നാലും നമുക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. അവിടെ വന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോകേണ്ടി വന്നു. ഒരു നേരെ പോകുന്നതിന് പകരം വളഞ്ഞു വരേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. നമ്മളാ കാണുന്ന ആ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് പോലെ നേരെ കാണുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ നേരെ സൈഡിൽ നിന്ന് കയറുന്നത്. പച്ചപ്പുള്ള മരങ്ങൾ ഇവിടെയുള്ള മരങ്ങളെല്ലാം നല്ല പച്ചപ്പുള്ള ഇലകളെല്ലാം നിറയെ വന്ന് എല്ലാം നിൽക്കുകയാണ്. മറ്റുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മളെല്ലാം ഓവർകോട്ട് ഇട്ടുകൊണ്ടാണ് നടന്നത്. നമ്മളിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, സാധാരണ ഡ്രസ്സിങ് മതി. നമ്മളിപ്പം കാണുന്ന നടക്കുന്നതിൻ്റെ ഇടതുവശത്തെ ഭിത്തി തൊട്ട് അങ്ങോട്ട് വത്തിക്കാനാണ്, വലതുവശം റോമിൻ്റെ ഇതിലാണ്. റോഡൊക്കെ റോമിൻ്റെ ഇതിൽ വരും. ലെഫ്റ്റ് സൈഡിലത്തെ ആ ഭിത്തി തൊട്ട് അങ്ങോട്ടാണ് വത്തിക്കാൻ. വത്തിക്കാനിൽ പോയിട്ട് വന്ന ചില കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നവരാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സൈഡിലെല്ലാം കടകളുണ്ട്, കുടിക്കാനുള്ള ആഹാര സാധനങ്ങളുടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പോകുന്ന സുവനീഴ്സൊക്കെയുള്ള കടകളുണ്ട്. എല്ലാം വഴി സൈഡിൽ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ വളരെ നല്ലതാണ് ആൾക്കാർക്ക്. ശലം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് വഴി അങ്ങ് പോകാം. പക്ഷെ വെയിൽ അധികം ചൂടില്ല, നമുക്ക് തണുപ്പില്ലെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ വത്തിക്കാനിലേക്കുള്ള ഗേറ്റ്. അവിടെ നിന്ന് പോയിട്ട് തിരികെ വരുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇതാണ് ഗേറ്റ്, അകത്തേക്കുള്ള. ആ തൂണുകളൊക്കെ കാണുന്ന വത്തിക്കാൻ ചത്തുരത്തിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൻ്റെ തൂണുകൾ അതാണ്. ആ തൂണുകൾക്കിടയിലൂടെ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയും സുവനീഴ്സൊക്കെ കൊടുക്കുന്ന കടകളുണ്ട്. നമ്മൾ വത്തിക്കാൻ ചത്തുരത്തിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ഈ സൈഡിൽ നിന്ന് കയറുമ്പോഴും അതുപോലെ തന്നെ അങ്ങ് ഫ്രണ്ടിൽ നിന്നുള്ളതും എല്ലാ വ്യൂസും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം ഇതിലൂടെ കയറിയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ വത്തിക്കാൻ ബസിലിക്ക കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇനി ഞാൻ സ്വിറ്റ്സർലൻഡ് വെച്ചൊന്ന് വീണിരുന്നുകൊണ്ട് എൻ്റെ കൈ ഓരത്തിന് മുകളിലേക്ക് വലത് കൈ ഓരത്തിന് മുകളിലേക്ക് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വലത് സൈഡിന് നമ്മുടെ വാരിയലുകളുടെ ഭാഗത്തൊക്കെ വേദനയുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിധത്തിലാണൊന്ന് കടിച്ചു പിടിച്ച് പോകുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കൂടെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നേരെ ഓസ്ട്രേലിയ ചെല്ലും. അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേരോട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ലഗേജൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്നാലും ഞാൻ പടയെടുക്കുന്നതിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. ബസിലിക്കയുടെ മോൾഭാഗമാണ് അവിടെ കണ്ടത്. ഇതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് ചത്തുരത്തിലേക്ക് കയറുന്നത്. നമ്മളൊരു ഫാദറിനെ അവിടെ കണ്ടു. നമ്മുടെ
കൂട്ടത്തിലുള്ള സാബു ഫാദറിനോട് സംസാരിക്കാൻ അങ്ങോട്ട് പതിയെ നീങ്ങി. ഈ അച്ഛൻ്റെ അടുത്ത് കൊച്ചി കുറവലങ്ങാട് ബസ്സായിട്ട് വന്ന് വിടുന്നതാണോ? ഏജൻസിയുടെ കൂട്ടത്തില? അല്ല, ഏജൻസികളല്ല, തന്നെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡ്. നമ്മളത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയത് കറക്റ്റായിട്ടുള്ള വഴിയാണ്. നമ്മൾ അവിടെ ആ കാറങ്ങ് ചെല്ലുന്ന ആ ഭാഗത്താണ് നമ്മുടെ ഹോട്ടൽ. തിരിച്ചു പോയപ്പോഴത്തേനും മഴയായിരുന്നു, വഴിയിലെല്ലാം കുറേശ്ശെ വെള്ളമുണ്ട്.